അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ പോവാണ്. ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ട ഫസ്റ്റും പാല്, പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ ആവശ്യമായിട്ടുള്ളത് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ള വാനില എസൻസ് ആണ്. ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. പിന്നെ ഫ്രൂട്ട്സ്, മാങ്ങയുണ്ട്, മുന്തിരിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിളക്കുന്ന പാലിലേക്ക് നേരെ 4 ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിർത്താതെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ പാലിലേക്ക് 4 ടീസ്പൂണ് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് പിന്നെയും നിർത്താതെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കപ്പിലേക്ക് 3 ടീസ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു അര കപ്പ് പാല് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ കോൺഫ്ലവർ നേരെ തിളക്കാൻ വെച്ച പാലിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇത് കട്ടിയായി വരും കേട്ടോ. ആ കട്ടിയായി വരുന്നതിൻ്റെ മുമ്പ് തന്നെ 3 തുള്ളി എസൻസ് നമ്മൾ അതിലൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ വാരി വിതറുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ചോക്ലേറ്റും ബാഗ് കിട്ടിയത്. അപ്പോൾ ഞാൻ പൊടിച്ചിട്ട് അതിൻ്റെ മേലെ കൂടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഉണ്ടായിരുന്നു. കറുപ്പ് മുന്തിരി, മഞ്ഞമുന്തിരി ഒക്കെ ഇട്ട് കൊടുത്തു. മൊത്തത്തിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഫ്രിഡ്ജിലാണ് വെച്ചത്. റൂം ടെമ്പറേച്ചറിലും വെക്കാം, പക്ഷെ ഞങ്ങൾ പെട്ടെന്നാവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തുറന്നപ്പോൾ ഇതേ നല്ല സെറ്റായിട്ട് പിന്നെ ഞങ്ങൾ മുറിച്ചു. നമ്മളെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ആക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. നല്ല കിടിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.